ജനകീയാസൂത്രണമാതിരി എഴുതപ്പെട്ട് ആ സമയത്തുള്ള കുറേ ക്വസ്റ്റ്യനുകൾ പരിഗണിക്കാനെന്ന നിലയിലേക്ക് ഇങ്ങനെ ചർച്ച മുക്കി മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ ഇക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ലോകം മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും അല്ല. അല്ല, ഇനിയിപ്പോൾ ഉണ്ടാവാൻ എന്ന് വരുന്ന ലോകത്തിൻ്റെ സ്വപ്നം എന്താ? അങ്ങനെ എല്ലാവരോടും എഴുതാൻ പറയുന്നു. എല്ലാവരും ഇത് എഴുതുന്നു. അവിടെ ആ ക്യാമ്പിന് ചുറ്റും ചാർട്ട് പേപ്പറിൽ ഓരോ നടക്കുന്ന ചർച്ചയിൽ ചാർട്ട് പേപ്പറിലാണ് ഈ എഴുപ്പത്ത്. അപ്പോൾ നോക്കിയാൽ എല്ലാം അവസാനിക്കുമ്പോൾ എല്ലാം അറിയാം. അപ്പോൾ ഒരു പുതിയ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം ഇങ്ങനെ എല്ലാവരും പങ്കുവെച്ച് വന്നു. അവസാനം ഇക്കെ പറയാണ്, ഇതെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു പ്രതലമുണ്ടല്ലോ, ആ പ്രതലമാണ് നിങ്ങൾക്ക് ജനകീയാസൂത്രണം. അങ്ങനെയാണ്. അതായത് ജനകീയാസൂത്രണം എന്നുള്ളത് കേവലമായ ഒരു പഞ്ചായത്ത് ശാക്തീകരണ പരിപാടിയല്ല, മറിച്ച് പുതിയ ഒരു ലോകത്തിലേക്കുള്ള സ്വപ്നമാണ്. സോവിയറ്റ് യൂണിയൻ തകർന്ന് പ്രതീക്ഷകളില്ലാതായ ഒരു ലോകത്ത് പുതിയ ഒരു ലോകത്തേക്കുള്ള സ്വപ്നമാണ് എന്ന് പറഞ്ഞാണ്. പിന്നെ കിജിനോട്ടില്ല. എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ എന്താ പറയുക, രാവും പകലില്ലാതെ ഓടിയിട്ട് 3 മാസം ആശുപത്രി കിടന്നു. അടുത്ത ആർത്രൈറ്റിസ് കൂടി 3 മാസം ആശുപത്രി കിടന്നു. ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളെ ഒരു സ്വപ്നത്തിലേക്ക് നയിച്ച സന്താവ്, ആ സ്വപ്നത്തിന് ഏതാണ്ട് 30 വർഷത്തെ പഴക്കുന്നു. 28 വർഷം എന്ന് പറയാം, 30 വർഷത്തെ പഴക്ക്, 3 പതിറ്റാണ്ടിൻ്റെ പഴപ്പ്. PG ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവും, അത്ര എന്ത് മോശമല്ല ചിത്രം. അതിനെ കരുതലാണ്. നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ ആകെ കുഴപ്പമാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റും 5 കൊല്ലം പണിയിൽ തരാനുള്ള ആ നിലയിൽ പുറത്ത് പോകുമ്പോൾ, ഞാൻ 2021 കോവിഡിന് തൊട്ട് മുമ്പ് ഒറീസയിലെ പനസ്പാൻ എന്ന് പറയുന്ന സ്ഥലത്ത് തിരിച്ചു പോയപ്പോൾ അവിടുത്തെ സാക്ഷരത ഇപ്പോൾ 36 ഊഹിക്കുക. തറയിലിരുന്ന് 7ാം ക്ലാസ് വരെ പഠിക്കുന്ന ആന്ധ്രയിൽ, കർണാടകത്തിൽ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ഉപ്പ് മുളകുപൊടി കൊടുത്ത് ചേർത്ത് ചോറിൻ്റെ കൂടെ ഭക്ഷണം കൊടുക്കുന്ന അംഗനവാടി പറഞ്ഞിട്ട്, അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അധികാര വികേന്ദ്രീകരണം കേരളത്തിന് മാത്രമായിരുന്നില്ല. 73, 74 ഭരണഘടനാ ഭേദഗതി കേരളത്തിന് മാത്രമായിരുന്നില്ല, ഇന്ത്യക്ക് എല്ലാം ബാധകമായിരുന്നു. എന്തേ സംഭവിക്കാതെ സിക്കിം പോലുള്ള ചില ഒറ്റപ്പെട്ട തുരുത്തുകൾ മാറ്റി നിർത്തിയാൽ നമ്മൾ ഇതാക്കിയ നേട്ടം ചിന്തതയില്ല. അധികാര വികേന്ദ്രീകരണം അതിന് നമ്മളെക്കാൾ എത്രയോ മുന്നായില്ല. ഭൂപരിഷ്കരണത്തിന് അധികാര വികേന്ദ്രീകരണത്തിന് ഉപയോഗിച്ച ബംഗാൾ പനങ്ങൾ 73, 74 ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കിയ കർണാടക ആക്ട് കൊണ്ടുവന്ന് കർണാടക സംസ്ഥാനത്ത് അധികാര വികേന്ദ്രീകരണം ലോകവേദന ഒഴിഞ്ഞുപോയി. പക്ഷേ കേരളത്തിൽ ഈ സാധനം ഉണ്ടാക്കിയ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെപ്പോഴൊക്കെ ഒരു ആന്തരിക വിമർശകരാണ്. ഈ ആന്തരിക വിമർശകർ എന്ന നിലയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആകെ കുഴപ്പമായി പോയി എല്ലാ പ്രസക്തരാണ് എന്ന് പറയുന്ന ഒരു പൊതു സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ പൊട്ടനായ തബയേക്കൊന്നുകൊണ്ടാണ്. ആ തവണ യാവതാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ഓരോരുത്തർ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരുത്തർ എല്ലാ വിമർശനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പഞ്ചായത്ത് 30 വർഷത്തിന് മുമ്പ് എന്തായിരുന്നു എന്ന് നോക്കാൻ ചെയ്യും. ഞാൻ കൗതിയിൽ കഴിഞ്ഞ 2000 ആ പഞ്ചായത്തിൻ്റെ വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഹൗസ് എടുക്കട്ടപ്പോൾ അതിനൊരു അവസരമായി ഉപയോഗിച്ച് എൻ്റെ പഞ്ചായത്തുണ്ടായി. കാരണം നമ്മൾ 96 രേഖ ഉണ്ടാക്കുന്നതിനുണ്ടായതൊരാവ് വന്നത് അത് തിരിഞ്ഞു നോക്കിയിരുന്നു. ആ പഞ്ചായത്തിനെ കണ്ടത് ഞാൻ പറയാം. ഞാൻ നല്ല സൂചിപ്പിച്ചു. അത് 27 കിലോമീറ്റർ റോഡ് ഉണ്ടായപ്പോൾ ഇപ്പോൾ 27 കിലോമീറ്ററാണ്, 129 കിലോമീറ്റർ. 34 അംഗനവാടിയുടെ സ്ഥിതി അതിൽ എല്ലാത്തിലും കെട്ടിടവും സ്ഥലവുമായി കഴിയും. എല്ലാ പഞ്ചായത്ത് ഓഫീസ് 1500 സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ ഒരു ബേറ്റിൽ തുടങ്ങി. ഇപ്പോൾ അത് 7000 സ്ക്വയർ ഫീറ്റ് മൂന്നരയാണ്.
എല്ലാ സ്ഥാപനಕ್ಕೆ എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും സൃഷ്ടിക്കപ്പെട്ട ഒരു തദ്ദേശ സ്ഥാപനമായി അത് മാറി എന്നുള്ള കാര്യത്തെ നമുക്ക് പറയുമ്പോൾ കോംപ്ലക്സ് നമ്മുടെ ഓർക്കിത്രടി പഞ്ചായത്തിൻ്റെ ദളിത് നഗറുകൾ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ 4-5 വീട് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ അത് മക്കളും അച്ഛനും അമ്മയും നമ്മൾ കക്കത്തിൻ്റെ പുത്ത ബാക്കി മുഴുവൻ മാറിയപ്പോൾ 2 നില 3 നില വീടുകൾ ധാരാളമുള്ള പ്രദേശങ്ങളായി ദളിത് നഗർ ഉൾപ്പെടെ മാറിയിട്ട് അപ്പോൾ കേരളത്തിന് അധികാര വികേന്ദ്രീകരണം അത് ധന പണ അല്ല തൻ്റെ വിഭവ അധികാര ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ വികേന്ദ്രീകരണത്തിലൂടെ മാത്രം സാധ്യമായതാണ് അതിന് ജനകീയതയുടെ സാധ്യത അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ടീച്ചിങ് തന്നെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അതൊരു സ്റ്റാഗ്നന്റ് അവസ്ഥയിലാണ് ഇപ്പുറത്തൊക്കെ നടത്തുന്നത്. ഇപ്പോൾ 16 ധനകാര്യ കമ്മീഷന്റെ ഭാഗമായി രൂപീകരിച്ചിട്ടുള്ള ഉപസമിതിയുടെ അജണ്ടകളിൽ ഒന്ന് സെൻട്രലിൽ നിന്ന് നേരിട്ട് പഞ്ചായത്തുകൾക്ക് പണം കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനാണ് സംസ്ഥാനം വഴി കടം കൊടുക്കുന്നത് എന്ന ചോദ്യം. നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ ആരോഗ്യം വളരെ ദരിദ്രരോഗം എന്നത് കരുതിയ പഠന സാധനങ്ങൾ SDG ഒക്കെ പോലെ സാധനങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നത് പൂർണ്ണമായി നമ്മൾ ആഗ്രഹിച്ചിടത്തല്ല. അതായത് പഞ്ചായത്തുകൾക്ക് കേന്ദ്രീകൃതമായ ചില പരിപാടികളുടെ അടിസ്ഥാനത്തിൽ പണം കൊടുക്കുകയും ഡൽഹിയിൽ ഇരുന്ന് 2.5 ലക്ഷം പഞ്ചായത്തുകൾ നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന അജണ്ടയിലേക്ക് കാര്യങ്ങൾ പോവാണ്. സർക്കാർ സംവിധാനങ്ങളെ മറികടന്ന് എല്ലാ സ്റ്റേറ്റിൽ വഴി NGOകൾ വരാൻ പോവാണ്. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിന് വേറെ ഒരു വഴിയുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നത്. അത് കാണാതിരിക്കുക. ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലാണെങ്കിലോ ഇത് മുരടിച്ചു നീ പുതിയ ആശയങ്ങൾ ഇന്നില്ല, പുതിയ പദ്ധതികൾ പലപ്പോഴും പ്ലാനിങ് പ്രക്രിയ യാന്ത്രികമായി മാറുന്നു അല്ലേ. ജനത്തിന് ആവശ്യമുള്ള രാജ്യത്തെ എല്ലാതായി അത് മാറും. ഏറെ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ ചെലവിലാണ് നമ്മുടെ ഗവേണൻസിനെ കെട്ടിപ്പൊക്കിയത്. എല്ലാ താഴെത്തരത്തിലുള്ള ജനകീയ സംവിധാനങ്ങളും ജഡാത്മകമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം സംസ്ഥാന പശ്ചാത്തലവും ഉണ്ട്. പക്ഷെ വേറൊരു പോസിറ്റീവ് സാധനമുണ്ട്. എന്താ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൻ്റെ 27.5% നൽകുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. പഞ്ചായത്തുകളുടെ വഴി നടക്കാവുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സ്കീമുകളും ലൈവ് പദ്ധതികളും കൂടെ നമുക്കാക്കിയാൽ സർക്കാർ ബഡ്ജറ്റിൻ്റെ 40% ഇന്ന് ചെലവാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ. വേറെ പറഞ്ഞാൽ പകുതിയും താഴെ ചെലവാക്കപ്പെടുന്ന ഏക വകുപ്പ് LSTD അവർക്കോ മനസ്കാർ. ആ ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. മറ്റെല്ലാ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ടായിക്കോൾ ചില വെട്ടിപ്പുറച്ചെടികൾ ഉണ്ടായി എന്ന് മാറ്റി നോക്കിയാൽ അത് ഇപ്പോൾ തുടരുന്നുണ്ട്. അപ്പം ആ സാധ്യത അവിടെ പക്ഷെ അല്ല പ്രശ്നം സ്വപ്നങ്ങളില്ലാതെ പോകുന്നു എന്നതാണ്. താഴെ സ്വപ്നങ്ങളില്ലാതെ പോകുന്നു. സ്വപ്നങ്ങൾക്ക് അതിൻ്റെ രൂപം അല്ലെ അതിന് ഡിസൈൻ ഉണ്ടാക്കാൻ കഴിയുന്ന സംഘടനാ രൂപങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. വേറെ പറഞ്ഞാൽ പ്രാദേശിക ഭരണം ഒരു രാഷ്ട്രീയ അജണ്ടയല്ലാതായി മാറിയത്. ആ മേഖലയെ വേഷം ചെയ്തതിനോടാണ് എന്ന് പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാരൊക്കെ ഭരണം രാഷ്ട്രീയ അജണ്ടയാണ്. പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും പുറത്തിറങ്ങുന്നുണ്ട് അല്ലേ. നമ്മുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എത്താണ് പറഞ്ഞത്, എത്ര ചെയ്തു എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞ് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് അത്തരത്തിൽ ചെയ്യുന്നതായി നമുക്കറിയാം. അപ്പം എന്താണ് ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെടേണ്ട, ജനങ്ങളോട് ബാധ്യതയുണ്ടാകേണ്ട ഒരു പ്രാദേശിക ഭരണ സംവിധാനത്തെ സൃഷ്ടിക്കുക എന്ന നമ്മുടെ സ്വപ്നം നമ്മൾ പയ്യൊഴിഞ്ഞിട്ട് എല്ലാം വെച്ചാൽ അത് വലിയ തോതിൽ അഴിമതിയുടെ സാധ്യത സൃഷ്ടിക്കുന്ന ഒന്നാക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെയും കൊച്ചി കോർപ്പറേഷനിലേക്കൊക്കെ അല്ലേ LSTD എഞ്ചിനീയറിംഗ് എങ്കിലും ആളുകളുടെ കഥകൾ നമ്മൾ കേട്ടതാ.
അതൊരു സാധ്യതയായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കൊത്തി പോലും കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല, വികേന്ദ്രീകരണം എന്നത് ജനപ്രതിനിധികൾ വരെ എന്ന് പറയത്തക്ക കഴിവുകൾക്കു ജനപ്രതി ഉദ്യോഗസ്ഥ ആ സംവിധാനം തേനറിഞ്ഞു. അപ്പൊ ഇതിനെ എന്താ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ മായി ഈ സാധ്യതകളിവിടെ തുടരുന്നു. പക്ഷേ അത് നേരത്തെ പറഞ്ഞ ഒരു ബ്യൂറോക്രാറ്റിക് ക്യാപ്ചറിനടുത്തേക്ക് എത്തിപ്പെട്ടിരുന്നു. ഇതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തെ നാളത്തെ സമൂഹം സൃഷ്ടിക്കുന്ന സ്വപ്നമായി കാണുന്ന ഒരു സംഘത്തിന് ഒരു തദ്ദൻ ജനസമ്പാദം സൃഷ്ടിച്ചേ മതിയാകൂ. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് ആസൂത്രണ പ്രവർത്തനം അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം, പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനം. പ്രാദേശിക രാഷ്ട്രീയ സംവാദങ്ങളെ പ്രാദേശിക വികസനത്തിന്റെ അജണ്ടയാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ ശുദ്ധീകരണ പ്രക്രിയക്കാണ് അനുഭവപ്പെടുത്തപ്പെടുക. അതിന് ആ കിട്ടാണ്. അല്ലാതെ ഒരു പറ്റാക്കന്നെ വികസന പരിപാടി ഉണ്ടാക്കി പുറട്ടാൻ വേണ്ടിയുള്ള ഏജന്റുമാരായി ശാസ്ത്രരാജ്യ ബസ്സിന്റെ പ്രവർത്തകന്മാര്. അങ്ങനെയാണ് ഈ പ്രക്രിയയെ നമ്മൾ ഡിസൈൻ ചെയ്യും. എന്താ ലക്ഷ്യം? ഒന്നാമത്തെ ലക്ഷ്യം ഒരു നാടിന്റെ അവസ്ഥ, ഒരു നാടിന്റെ പ്രശ്നത്തെ ആ നാട്ടിലെ വിവിധ സമൂഹത്തിന്റെ പാദമായ മനുഷ്യർ സ്വയം പരിശോധിക്കുകയും വിലയിരുത്തുകയും അതിൽ നിന്ന് ഇന്നതാണ് ഇനി ചെയ്യേണ്ടത് എന്ന അജണ്ടയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ജനസംവാദ പരമ്പരയുടെ സൃഷ്ടിയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് നാടിൻ്റെ വികസനത്തെക്കുറിച്ച് താഴെ നടക്കേണ്ട ഒരു ജനസംവാദ പ്രക്രിയയുടെ തുടക്കമാണ്. അതായത് പണ്ട് സിറ്റിസൺസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ കൽഷ്യത്ത് തുടങ്ങി വെച്ച് വൈകിട്ട സാധനമൊക്കെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. നാടിൻ്റെ വികസനം നാടിന് സംവാദമാക്കുക. അതാണ് ലളിതമായ ഭാഷയിൽ പറഞ്ഞ കാര്യം. അപ്പൊ ആരാ വരട്ടെ? അതിനകത്ത് ആരാ വരട്ടെ? അവിടെ വരട്ടത് അത് ഹൃദയത്തിൽ പൊള്ളാവും മനസ്സിലാ. അങ്ങനെ ഓരോരുത്തരും സംവാദകരായിട്ട് മാറുന്നു. അങ്ങനെ അല്ലേ മെമ്പറുടെ മത്സരിക്കുന്ന ആളുടെ ഭാഗത്തിൻ്റെ പുറത്തും പ്രസ്ഥാനത്തിൻ്റെ മാത്രം പുറത്തും ചന്തമിലെ പുറത്തും അല്ലേ അവളൊക്കെ നാട്ടിലെ പാരമ്പര്യത്തിന് പുറത്തും മാത്രം ഉണ്ടാകുന്ന സാധനങ്ങളെ വികസനത്തിന്റെ സംവാദങ്ങളാക്കി മാറ്റാൻ. അതാ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ചുവടായി കാണുമെന്നതിനെ കാണുന്നത്. ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. അത് രാഷ്ട്രീയ പ്രക്രിയ. അതിനങ്ങനെ പറയണം. അപ്പോ അതിനൊന്നാമത്തെ വഴി എന്താ? ഇതിന് പ്രാദേശിക വികസനത്തെ നെഞ്ചിലേറ്റിയ ഇത് ഞങ്ങളുടെ നാടിനെ മാറ്റാനുള്ള സാധനമാണോ കരുതുന്ന ഒരു സംഘടനകളോ അല്ലേ? രതിയാസൂത്രണത്തിൽ വികസന രേഖ എഴുതാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പോർട്ടിമുണ്ടല്ലോ, അതുപോലെ മത്സരക്കാർ മാത്രം പോരാ. നല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന ജനകീയ നിലപാടിൽ നിന്നുണ്ടെങ്കിൽ അവരുണ്ടായിരുന്നവരുണ്ടെങ്കിൽ അവരെ കൂടാം. പഞ്ചായത്തിൽ ഈ പ്രക്രിയയുടെ ഭാഗമായി വന്നുപോയ അവിടെ താമസിക്കുകയോ പുറത്തടുത്ത് നമുക്ക് കിട്ടാവുകയോ ചെയ്യാവുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ കൂടെ വിടണം. നല്ല പരിശ്രമങ്ങൾക്ക് ശ്രമിച്ച വകുപ്പ് തല ജീവനക്കാർ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൂടെ കൂടണം. അവിടെ അക്കാദമിക സ്ഥാപനങ്ങൾ അധ്യാപകരും ഉണ്ടെങ്കിൽ അവരെ കൂടെ കൂടണം. പ്രവാസികളായി പഞ്ചായത്തിലെത്ത് പോയി പഞ്ചായത്തിൽ തന്നെ തിരിച്ചു വന്ന് സന്തോഷത്തോടു കൂടി സമയപ്രവർത്തനത്തിൽ ഇടപെടുന്നവർക്ക് അവരെ കൂടെ കൂടണം. നല്ല സഹകരണ ഭക്തനുണ്ടെങ്കിൽ അവരെ കൂടെ കൂടണം. അല്ലേ? ഇങ്ങനെ ഐസത്ത് മെമ്പർഷിപ്പ് ഉള്ളതെല്ലാം മാനദണ്ഡമാവുന്നത്. ഈ കുത്തുവർത്തമാനത്ത് പങ്കാളിയാകാൻ കഴിയുന്ന ഒരു 15-20 പേരുടെ സംഘമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. നല്ല വനിതാ ജനപ്രതിനിധികളായിരുന്ന, നല്ല CDS ചെയർപേഴ്സന്മാരായിരുന്ന, അതിനുശേഷം നാളത്തിലൊടുക്കേണ്ടി വന്ന, ഞാൻ അങ്ങനെ പറയാം, പലരാണെന്നോ അവരെ പ്രവർത്തിക്കുള്ളൂ.
പട്ടികജാതി മേഖലയിൽ നന്നായി ഇടപെടാൻ ശ്രമിച്ച സൈനിക ചെയർമാന്മാരും മെമ്പർമാരും ഉണ്ടാവും. അവരും കൂടെ കൂടണം. അങ്ങനെ ഒരു 15-20 പേരുടെ സംഘത്തെ ഒരു കോർ കമ്മിറ്റി എന്ന നിലയിൽ നമ്മൾ ഇടപെടാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുക. ഇതാണ് ആഭ്യന്തരപ്പെടുക. 2, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലേക്ക് പോകുമ്പോൾ ഇതാ ഈ 18 എണ്ണം പോരാ. ഈ 18ന്റെ കൂടെ നമ്മൾ ഓരോ മേഖലയിലും വേവലാതിയുള്ള ഒരു 5 പേരുടെയൊക്കെ സംഘം വരാം. ഉദാഹരണം പറഞ്ഞാൽ കൃഷിയെ കുറിച്ച് നല്ല വേവലാതിയുള്ള, അത്യാവശ്യം വൈദഗ്ധ്യമുള്ള, പ്രായോഗിക അനുഭവമുള്ള, കൃഷിയുടെ കാര്യങ്ങൾ നേതൃത്വം നൽകാൻ കഴിയുന്ന ദയവ് ഇത് വർക്കിക്കും മെമ്പർമാരുടെ പേര് മാത്രം എഴുതി വെക്കരുത്. അത് ചെയ്യരുത്. അത് ചതിയെ. അങ്ങനെ ഒരു 5 പേരെ കണ്ടുപിടിക്കണം. റിട്ടയേർഡ് ആക്ട് അധ്യാപകർ, BEd കഴിഞ്ഞെന്ന ചെറുപ്പക്കാർ അല്ലേ, അവിടെ എംപ്ലോയ്മെന്റ് തന്ന എല്ലായിടത്തും അധ്യാപകരെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, അതിന് പ്രവർത്തകർ, ഇങ്ങനെ അല്ലെ കാര്യം വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ വരും. അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ ഇടപെടാൻ ആഗ്രഹിക്കുന്ന മേഖലകളിലെല്ലാം ആ മേഖലയുടെ പണിക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു 5 പേരുടെ സംഘത്തെ ഉണ്ടാക്കാൻ കഴിയണം. പറ്റുമോ? തപ്പം വേണ്ടാകത്ത് സൂക്ഷ്മമായ തലക്കിരിക്കാവുന്നതോ. അപ്പം എന്താ 10 മേഖലയാണെന്ന് എടുക്കുന്നതിനായി 50 ആളായി. മറ്റേ 15 വരെയുള്ള പേര് ഇവിടെ പുറം കൂടി 70 പേരുടെ ടീമായോ ഒന്നത് ചില്ലറയാണോ? അതോ ഞാനതാ പറയുന്നത്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ചിറകിനെ പുറത്തേക്ക് പോകാം. ഈ ഒരു പണിയാണോ ആദ്യം ചെയ്യേണ്ടത്? രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് ഈ ഈ 15 പേരുടെ ഗ്രൂപ്പും ഈ ചെറു ഗ്രൂപ്പുകൾ ഒന്ന് കൂടിയിരിക്കണം. കൂടിയിരിക്കുമ്പോൾ ഒത്തുപീര് ആ മേഖലയുടെ അവസ്ഥയെ പറ്റിയുള്ള ഒരു വിശകലനം നടത്തുക. അത് നേര് പഞ്ചായത്ത് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചർച്ച നടത്തുക. എവിടേക്കാണ് നമ്മൾ പോകേണ്ടത്? അതിൻ്റെ ഒരു പ്രൊമോഡർ പിക്ചർ ഈ 5 പേരുടെ വർത്താനത്തിലൂടെ ഉണ്ടാവാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ഈ 5 പേരോട് അതാത് മേഖലയിലെ കാര്യങ്ങൾ കുറച്ചൊന്ന് വിശദമായി കൊക്കാൻ പറയണോ. അത് എല്ലാ രീതി കണക്കൊന്നും എടുത്തതിന് ശേഷം വേണ്ട കേട്ടോ, ഒന്ന് ഒരു പൊതു വിശകലനം നടത്തിയാൽ മതി. അപ്പം എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലാവുമല്ലോ, അവർക്ക് ഉള്ളിൽ ചിത്രം ഉണ്ടാവും. അതായത് ഇതാണ് ആ മേഖലയിൽ ഇതുവരെ ചെയ്തത്, എന്തായാലും അവസ്ഥ എന്ന് അറിയാൻ 97 ദിവസമേക്ക് വേറെ എവിടെയും പോണ്ട. ഇത്രയും കൃത്യമായിട്ട് രേഖ ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയും പറ്റിയിരുന്നുണ്ടാക്കിയതാണെന്ന് തോന്നുന്ന. അപ്പം അതിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്നും മനസ്സിൽ വരുത്തുന്നു. ഇപ്പം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നോക്കുന്നു, എവിടേക്കാണ് പോകേണ്ടതെന്ന് എൻ്റെ ഒരു പ്രോഡർ പിക്ചർ ഉണ്ടാക്കി. അത് വെച്ചിട്ടാണ് നമ്മുടെ ചർച്ചാ സൂചകങ്ങളെ റെഡിഫൈൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ കുറിപ്പ് കൊണ്ട് വെച്ച് അതേപടി അവർ വർത്താനം പറയാനല്ല വേണ്ടത്. അതിനൊന്ന് കോണ്ടക്സ്റ്റലൈസ് ചെയ്യാം. എന്നിട്ട് വേണം എന്തിലേക്ക് പോകാൻ? ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലേക്ക് പോകാം. അവിടെ എന്താണ് ഞാൻ തന്നെ സൂചിപ്പിച്ചു, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച 2 തരത്തിൽ ആലോചിക്കണം. അതായത് നല്ല ശേഷിയില്ല, മിനിമം കാര്യങ്ങളായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന പഞ്ചായത്തിൽ ഒരു വിഷയത്തിൽ ചുരുങ്ങിയത് ഒരു 2 ലൈൻ നമുക്ക് കൊടുക്കാം. അല്ല, നല്ല കപ്പാസിറ്റി ഇട്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കൃഷിയിൽ തന്നെ സബ് ഉപവിഷയങ്ങളെ കേന്ദ്രീകരിച്ച് ബൊമ്മ ചർച്ചയിലേക്ക് പോകണം. അപ്പം നല്ലതിലേക്ക് വരിക. അങ്ങനെ ഞാൻ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഏതാണ്ട് 65-70 ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളുണ്ടാവും. ഒരു 2000-2500 പേരെ അല്ലെങ്കിൽ 3000 പേരെ അതിനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി തകർത്തിലായി. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ജനസംവാദത്തിൻ്റെ വേറെ രൂപമായി. അത്രയും ആൾ ഈ പണിയിൽ പങ്കാളിയായി. ഇത് വേറെ ഏത് പണിയിലാണെങ്കിൽ ചെയ്യാൻ പറ്റുക? ഈ തരത്തിലായി. അങ്ങനെ അതിനെ ചിട്ടയായി ഞാൻ ഇന്നലെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയുടെ അവസാനത്തിൽ
ആ പഞ്ചായത്തിന് വരുന്ന ഒരു 10 വർഷത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു നിർദ്ദേശമായിട്ടാണ് രൂപപ്പെടുന്നത്. ബ്രോഡറായ നിർദ്ദേശമായിട്ടാണ് അത് രൂപപ്പെടുന്നത്. അപ്പം നമ്മളതിൽ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച ചെയ്യാൽ അതിൽ നിന്ന് അപ്പം അതിലെന്താ അതിന് ഈ 5 പേരുടെ സംഘവും ഈ 15 പേരുടെ ടീമുമാണല്ലോ ഈ വിഷയാധിഷ്ഠിത ചർച്ചകൾക്ക് എന്ത് ചെയ്യേണ്ടത് നേതൃത്വം കൊടുക്കട്ടെ. നിങ്ങൾ പേടിക്കേണ്ട. ഈ ഈ 50 പേരുടെ ടീമായി കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈൻ സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് പരിശീലനം കൊടുക്കുക. ഓഫ്ലൈൻ പരിശീലനങ്ങൾ വേറെ, ഇവിടെ ജില്ലയിലുള്ളത് വേറെ. നമ്മൾ ആലോചിച്ചിട്ടുണ്ട് തുടർച്ചയായി ഈ ടീമിനെ പിടികൂടണമെന്നാണ്. ഈ 15 പേരെ നമ്മൾ സംസ്ഥാന തലത്തിൽ 2-3 ബാച്ചുകളായി കുറിക്കുക. ഈ 50 പേരെ നിൽക്കുക. അങ്ങനെ ഓറിയ സേഫ് ചെയ്യാൻ പോലും ഇതു. അപ്പം എത്ര ഗുണം? എറണാകുളം ജില്ലയിൽ നല്ല ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ നടത്തി അതിൻ്റെ വീഡിയോ റെക്കോർഡിങ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. എന്ത് ചെയ്യരുതെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് ഇമ്മത്തെ പറ്റി പണിയാനാവുന്നതൊക്കെ വന്നിട്ട് മാറും. വന്ന് പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കേരളത്തിലെ 140 പഞ്ചായത്തുകൾ, 70 റിസോഴ്സ് പേഴ്സൺമാർ, ഓരോ സ്ഥലത്തും 2000-2500 ആളുകൾ. എത്ര പേരായി നിങ്ങളുടെ സംഭാവന രചയ്ക്ക്? പക്ഷെ തനിത്ത കാലത്ത് നടത്തിയ ഏതൊക്കെയൊരു ജനസഭാ പ്രവർത്തനം ഇങ്ങനെ തിക്കാവൂ. ഇത് നമ്മുടെ ലിസ്റ്റ്. അതിൽ വെള്ളച്ചപ്പിക്കാതെ തീരുമാനിക്കണം. ഞാനത് പഞ്ചായത്തിൻ്റെ വികസന നിർദ്ദേശം ഉണ്ടായിട്ടുള്ള പണി മാത്രമല്ല, അത് പൊളിറ്റിക്കൽ ഡയലോഗാണ്. അങ്ങനെ കാണോ. ഇതിനൊപ്പം ഈ 15 പേരും ഈ 50 പേര് ചേർന്ന് 65 അല്ലെങ്കിൽ 70 പേരുടെ ടീം പേഴലായി ഒരു പടി ചെയ്യും. ആ പടിയാണ് ഇന്നലെ നമ്മുടെ രണ്ടാമത് അവതരിപ്പിച്ചത്. അതെന്താ? ഞാൻ വിശ്വാസം മണിക്ക് കിട്ടുമ്പോൾ ഈ ബോർഡ് എടുപ്പിക്കുന്നില്ല. ഓരോ മേഖലയിലെയും കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിക്കല. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം ഭാവിയിലേക്കുള്ള ഇടപെടലിൻ്റെ വിടവ് കണ്ടുപിടിക്കലാണ്. വെറുതെ കണക്കുണ്ടാക്കലല്ല. ഞങ്ങളോട് പറഞ്ഞു ഒരു പഞ്ചായത്ത് ഒരു 30 കൊല്ലത്ത് ട്രാൻസ്ഫോർമേഷൻ എടുക്കാൻ ശ്രമിക്കണം. അത് വേറെ അതൊരു സ്ഥലത്ത് ചെയ്താൽ മതി. ബാക്കി നമുക്ക് വിടവ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. വികസന വിടവ് കണ്ടുപിടിക്കലാണ് ലക്ഷ്യം. അതിനനുസരിച്ച് വേണം അതിനെ ഉപയോഗിക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, അത് 9 തീമുകളായി അല്ലേ? അതിൻ്റെ 360ഓളം വരുന്ന ഉപതീമുകളായി 580ഓളം വരുന്ന ഇൻഡിക്കേറ്ററുകളായി ആണ് കിടക്കുന്നത്. നമുക്ക് SPG ഒരു പ്ലാനിങ് ടൂളാണ്. അതെങ്ങനെയാണ് പ്ലാനിങ് ടൂളാവുക? അതിനകത്ത് 9 തീമുകളിൽ ഓരോ പഞ്ചായത്തിൻ്റെയും സ്കോർ കാർഡുണ്ട്. ആ സ്കോർ കാർഡ് അതിലേക്ക് നയിച്ച ഇൻഡിക്കേറ്ററുകളുണ്ട്. എന്നാൽ 580 മുകളിൽ ഇൻഡിക്കേറ്ററുകളുണ്ട്. ഈ സ്കോർ കാർഡും ഇൻഡിക്കേറ്ററുകളും എടുത്ത് പരിശോധിച്ചാൽ പഞ്ചായത്ത് ഏതൊക്കെ താരീഖിലാണ് മുന്നിൽ നിൽക്കുന്നത്, ഏതൊക്കെ താരീഖിലാണ് പുറകിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാവും. അതിൽ പുറകിൽ നിൽക്കുന്നത് വിടുക്കുകയാണ് നമ്മുടെ വേട്ടം. അതിനാണ് SDG ഉപയോഗിക്കുന്നത്. ശാസനരാജ്യ പ്രസിഡന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ SDGയുടെ വിശകലനം ഈ ഗ്യാപ്പ് അനാലിസിസിൻ്റെ ഒരു ടൂളായി ഭാവിയിലേക്ക് വേണ്ട ഇടപെടൽ ചെയ്യാനുള്ള ഒരു ഉപകരണമായി കാണും. അതാണ് വേണ്ടത്. അപ്പം SDG ഏറ്റവും നല്ലൊരു ടൂളാണ്. ആ നിലയിൽ ലൈഫിലെ സർവേയും വീട് കൊടുത്തവർ കൊടുക്കാനുള്ളതിൻ്റെ കണക്കും ഏറ്റവും നല്ലൊരു കൂടാണ്. ആ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ റോഡിൻ്റെ ഒക്കെ വലിപ്പോ അതിൽ ഡ്രെയിനേജ് ഇല്ലാത്തതിനെയും വെള്ളക്കെട്ടും വന്നതിനെയും കണക്ക് ഒരു ഇടപെടൽ കൂടാണ്. ആ നിലയിൽ പട്ടികയില്ലാതെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാരത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ പ്രവേശനവും ശേഷിയുള്ള പിന്നോക്കാവസ്ഥയും എല്ലാം ഒരു ഇടപെടൽ ടൂളാണ്. ആ നിലയിൽ
പഞ്ചായത്തിന്റെ രോഗാവരതയുടെ കണക്കെടുക്കുമ്പോൾ ഓരോ വാർഡിലും ഇത്ര BP ഷുഗർ പേഷ്യന്റുകളുണ്ട് എന്നാണ് എന്ത് ഇടപെടലിന്റെ നമ്മൾ ആ നിലയിട്ടാട്ടോ അങ്ങനെയാണ് കണ്ടത്. അങ്ങനെ വികസന ആസൂത്രണത്തിന്റെ സൂചകമായി ഓരോ മേഖലയിലെയും കണക്കിനെ കാണാൻ അതിലേക്ക് SDGയെ ചേർത്ത് വെക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ ആ പ്രത്യേകത ഇതിലെ പറഞ്ഞില്ലേ ദുരന്ത നിവാരണ പദ്ധതി ഏറ്റവും വലിയ ദുരന്താധികം. അത് വായിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ കടലോരന്റെ പ്രദേശത്തുള്ള ദുരന്ത നിവാരണ പദ്ധതി ഇടുക്കി ലെവലിൽ കളയും. അപ്പോ ആ ദുരന്തങ്ങളെ തിരുത്താനാണ് നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെ വേണം ഇതിനെ കാണാൻ. അപ്പൊ ഈ പണിയും പാരലി നടക്കണം. അപ്പൊ നമ്മുടെ ഒരു ജൂലൈ 20 ഈ പഞ്ചായത്ത് തല ടീമുകളെ സെറ്റ് ചെയ്യുന്നു. ഒരു ഓഗസ്റ്റ് ആദ്യത്തോടു കൂടി എത്തിയിലേക്ക് പോകുന്നു. അതായത് ജൂലൈ അവസാനത്തോടു കൂടി എത്തിയിലേക്ക് പോകുന്നു. അതിന് സമാന്തരമായി ഈ പറഞ്ഞ വിവരശേഖരണം താഴെ നടക്കുന്നു. ഇതിനും കഴിയും. മൂന്നാമത്തേത് നമ്മുടെ പഞ്ചായത്തിലെ ഈ പഞ്ചായത്തിൻ്റെ മനുഷ്യർ മാത്രമല്ലല്ലോ, പഞ്ചായത്തിന് പുറത്തുള്ള ധാരാളം മനുഷ്യർ പ്രവാസികളുണ്ട് അല്ലേ. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ഇങ്ങനെ പല ഗ്രൂപ്പുകൾ. ഇവരെന്ത് ചിലപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ഫിസിക്കൽ ചർച്ചയിൽ അവരെ മിപ്പില്ല, പക്ഷെ ഓൺലൈൻ ചർച്ച ആയിക്കൂല. അവരും ഓഫ്ലൈനിൽ എത്താത്ത പ്രവാസികളായിട്ടുള്ള ആളുകളോട്, പുറത്തുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളോട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോട് ഒക്കെ ഒരു ഓൺലൈൻ സംവാദ സാധ്യത നമ്മൾ ആലോചിക്കുന്നു. കഴിയുന്നവർക്ക് നിങ്ങളൊരു ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റഗ്രാം പേജോ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ വികസന പ്ലാനിങ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിക്കണം. അതിലേക്ക് ലൊക്കേഷനെ സ്വീകരിക്കണം. വാട്സപ്പ് ഗ്രൂപ്പുകൾ കുടുംബശ്രീക്ക് തന്നെ 2 ലക്ഷം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് അവിടെ അവകാശപ്പെടുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ എത്ര ഉണ്ടാവും എന്നൊക്കെ അറിയാലോ. ആ സാധ്യതയെ ഉപയോഗിക്കണം. അതിൻ്റെ കമ്മ്യൂണിറ്റി ആലോചിക്കണം ഇതിനു വേണ്ടി. അങ്ങനെ ഒരു നവമാധ്യമ വിപ്ലവ സൂപണത്തെ കൂടി അവിടെയൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് പേജിൻ്റെ ഒരു സാധനമാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്ന ഒരാൾക്ക് അതിൽ ഓരോ മേഖലയും കമക്കിടാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് അത് മനോജനെ പോലെ ഒരാളുള്ള ഇവിടെ ഉണ്ട്. നമുക്ക് ആലോചിക്കാം അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് നോക്കണം. മനോജ് അതുപോലെ എന്നോട് വേറൊരു നല്ല നിർദ്ദേശം പറഞ്ഞു. ആ പറഞ്ഞ നിർദ്ദേശം ഈ പഞ്ചായത്ത് പോയി എന്ന് വരുന്ന ഡാറ്റയും FGD സാധനങ്ങളും ഓരോരുത്തർക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ് പോർട്ടൽ കൂടി ഉണ്ടാക്കിയ അത് നമുക്ക് അഗ്രിവേറ്റ് ചെയ്യാൻ എളുപ്പമായിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഈ ഒരു ചർച്ച നടക്കുന്നതോടുകൂടി എന്താ പുറത്തു നിന്നുള്ള പെർസ്പെക്റ്റീവുകൾ കൂടെ ഇതിനകത്തേക്ക് വരും. ഇത് വളരെ പ്രധാനപ്പെട്ട. അപ്പം എന്തായി, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയായി, സെക്കൻഡറി ഡാറ്റ വിവരങ്ങളായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ആളുകളുമായിട്ടുള്ള വർത്തമാനമാണ്. ഇത് വെച്ചുകൊണ്ട് ഒരു വികസന പത്രിക എഴുതി തയ്യാറാക്കി. അന്ന് പഞ്ചായത്ത് എന്തായിരുന്നു, എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി, ഇപ്പോൾ എന്താണ് പ്രശ്നങ്ങൾ, 4 അതിനുള്ള നിർദ്ദേശങ്ങൾ എന്താ, ഈ 4 ഭാഗമായി പഞ്ചായത്തിൽ. എന്നിട്ട് എന്താ വേണ്ടേ, എന്നിട്ട് ആ പഞ്ചായത്തിലെ വളരെ എന്താ പറയുക, പഞ്ചായത്തിന് ഉള്ളംകൈയിൽ അറിയുന്ന ഒരു 10 പേരിട്ടോ, പഴയ ദിവസന്തുമാർ, കുറേ കാലം മെമ്പർമാരായിരുന്ന ആളുകൾ, കുറേ കാലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിരുന്ന ആളുകൾ, അവരോടൊക്കെ ഒന്ന് ഇൻഡ്യൂജ് ഇത് വെച്ച് മണിക്കൂറുകളോ സംസാരിക്കും.
മണിക്കൂറുകളോളം എന്ന് പറയാൻ കാരണം ഓരോരുത്തരും വ്യക്തത വരുത്താൻ വേണ്ടിയാണ്. കാരണം എന്താ അറിയോ? ഞങ്ങളുടെ പഞ്ചായത്തിൽ പോലും ക്യാൻസർ നടന്നപ്പോൾ നമ്മൾ കുറേ ആളുകൾ ഭയങ്കര വിമർശനം ഉന്നയിച്ചപ്പോൾ പഴയ പ്രസിഡന്റിന് ഇന്ന് കുറേ കഥകൾ പറഞ്ഞ് അവർ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളല്ലോ അതിലുണ്ടായ യൂറോപ്പാറ്റിക് ഡിസീസ് അപ്പോഴത്തെ കാറ്റിരുന്നു അതുവരെ അവർ പ്രതിയാണ്. അപ്പം അങ്ങനെ അവരെ കൂടി ഇരുത്തിയുള്ള ആഴത്തിലുള്ള ചർച്ച ഇന്റർവ്യൂ ഞാൻ നിൽക്കുന്നില്ല ചർച്ചകളാണ് അധികം ഒരു സാധനം ഉണ്ടാവും. അപ്പം എന്തായി നമ്മളെ ഒരു സാധനമായി ഇത് വെച്ചുകൊണ്ട് ഒരു ഏകദിന ശില്പശാല എല്ലാ പഞ്ചായത്തുകളും അതിൽ നേരത്തെ പറഞ്ഞ ഈ 50-70 പേർ ഉണ്ടാവും. എൻ്റെ കൂടെ ഈ ചർച്ചയിലുള്ള ഭാഗവുമായി രൂപപ്പെട്ടു വന്ന പ്രധാനപ്പെട്ട 10-20 പേരെ കൂടെ എല്ലാ ഫാമിലിയിൽ നിന്നും 1-2 പേരെ ചേർക്കാം. പ്ലസ് പഞ്ചായത്തിന് പുറത്തുള്ള അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന അതായത് നിങ്ങളുടെ ആശയങ്ങളെ നിർദ്ദേശങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന വിദഗ്ധരായ ആളുകളെ കൊണ്ടുവരാൻ ആലോചിക്കണം. ഉദാഹരണം കൃഷിയിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൃഷി വകുപ്പിലെ ജനകീയ സമീപനമുള്ള ഏഡിമാരോ ചേരിമാരൊക്കെ ഉള്ള ആളുകളോ അങ്ങനെയുള്ള ആളുകളെ എല്ലാ കരുത്തും പക്ക. അതുപോലെ പ്രീറ്റ്സി അല്ലേ അല്ല പക്കെ CXCകളുടെ ഡോക്ടർമാരാവാം, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാകാം. അങ്ങനെ വിദഗ്ധരായ ആളുകളെ അതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു ഏകദിന ശില്പശാല നമ്മൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ പഞ്ചായത്തിലും നമുക്ക് ചെയ്യാം. അതൊരു മേഖലയിൽ ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ നമുക്ക് ചെയ്യാം. അതെന്താ ഗുണം? ഈ സാധനം കുറച്ചുകൂടെ ശാഖ അല്ലേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് എവിടെയാലും എന്നൊരു ഭാഗം, ഇപ്പോൾ എവിടെയാണ് എന്നൊരു ഭാഗം, എന്താണ് പ്രശ്നങ്ങൾ എന്ന ഭാഗം, എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന ഒരു ഭാഗം. ആ ചെയ്യേണ്ട കാര്യങ്ങളെ ദീർഘകാല, ഹ്രസ്വകാല, മധ്യകാല നിർദ്ദേശങ്ങളായി തരംതിരിക്കുന്നവരും ഇതാണ് വികസന പദ്ധതി. ഇത് എഴുതി തയ്യാറാക്കാൻ ഈ ശില്പശാലയിലായിരിക്കണം അന്തിമമായി അത് രൂപം. ഇതായിക്കഴിഞ്ഞാൽ ഒരു വികസന ടെൻസാണ് ഒരു 4 മണിക്കൂർ കിട്ടുന്നവർക്ക് അവിടെ ആരംഭം. ഈ എല്ലാ മേഖലകളിൽ നിന്നും സംഭാവന ചെയ്യാൻ കഴിയുന്ന നമ്മൾ വിഷയാടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചകളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളെ മുഖേനാവും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഇതിന് സമാന്തരമായി എല്ലാ വാർഡിനെ അടിസ്ഥാനമാക്കി അവിടുത്തെ ഈ പറഞ്ഞ എല്ലാ മേഖലയെ ചേർത്തുകൊണ്ടുള്ള ചർച്ചയുമാണ്. അതിലാരൊക്കെ വേണമെന്നുള്ള കുറിപ്പിൽ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വിശദാംശം പറഞ്ഞ സമയങ്ങളായിട്ട് ആ വാർഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വിളിക്കാം. ചുരുങ്ങിയത് ഒരു 50 പേർ, 100 പേർ വരെ ആകാം. അങ്ങനെ ഒരു സാഹചര്യവും നടക്കാം. അപ്പോൾ എന്താണ് എല്ലാ വിഷയനൈരന്തികമായി പുറത്തുള്ള ആളുകളുടെ വർത്തമാനമായി വാർഡ് തലത്തിലുള്ള ചർച്ചകളായി ഇതിനെ എല്ലാം കമ്പയർ ചെയ്തുകൊണ്ടാണ് വികസന ധനസഭയിൽ എഴുതുക. അപ്പോൾ അവിടെ റെസിഡൻറ്റ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ആളുകൾ, ഐപ്പൂട്ടൻ ഉണ്ടെങ്കിൽ അവരുടെ ആളുകൾ, കുടുംബശ്രീ ഏരിയസിൻ്റെ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികൾ, വായനശാല സമിതികളുടെ പ്രതിനിധികൾ, പാഠശാല സമിതികളുടെ പ്രതിനിധികൾ, അങ്ങനെ എല്ലാ വേണ്ടതയ്ക്കെതിരെയും സർവീസ് സംഘടനകളുടെ പ്രതിനിധികൾ, വലുതപനങ്ങളുടെ പ്രതിനിധികൾ എല്ലാത്തിൻ്റെയും റെപ്രസെൻറ്റേഷൻ വരുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹം ഒരു 350-400 ആൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അവിടെ 2 കാര്യങ്ങളുണ്ടാവും. വികസന ജനസം അവിടെ 2 കാര്യങ്ങളുണ്ടാവുന്നു. ഒന്ന്, കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ പൊതുസ്ഥിതിയും അതിനോട് ഉള്ള ശാസ്ത്ര സാഹിത്യ ദർശനത്തിൻ്റെ നിലപാടുകൾ പറയുന്ന ഒരു ആമുഖ അവതരണം ഉണ്ടാവും. അന്നേരം TTBക്കാരും അവതരിപ്പിച്ചൊരു സംഖ്യമാണ് അവിടെ ഉണ്ടാവും. 2, ആ പഞ്ചായത്തിൻ്റെ വികസന പത്രിക അവതരിപ്പിക്കുക. അത് ഗ്രൂപ്പുകളായി ചർച്ച ചെയ്യും.
അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്ലിനറിയാണ്. അതിനൊന്ന് പൊതുവായി ഉപയോഗിക്കാനാണ് അവസരം കൊടുക്കുക. ഈ തരത്തിലായിരിക്കും തിരിച്ചു ആ ഗ്രൂപ്പ് ഒഴിവാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. പൊതു ചർച്ചയായ ഒറ്റ കാർഡിൽ വെക്കുക, അതിന് കുഴപ്പം. അപ്പം എന്താ തോന്നാ, ജനകീയമായി രൂപപ്പെടുന്ന കടലാസ് ഉണ്ടാവും. ഏതാണ്ട് 2000-2800 ആളുകൾ ഈ പ്രക്രിയയുടെ ഭാഗമായി മാറി. ഒരു 950 ആളുകൾ അതിൻ്റെ അന്തിമ പ്രക്രിയയുടെ 400 ആളുകൾ അതിൻ്റെ അന്തിമ പ്രക്രിയയുടെ ഭാഗമാവും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സാധനത്തെ ആരൊക്കെങ്കിലും തള്ളി കളയാനില്ല. വരും വർഷങ്ങളിൽ ഓരോ വർഷം കഴിയുമ്പോൾ അവിടെ അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രകടന പത്രിക എന്താണ്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം ചെയ്തില്ല എന്നത് വിലയിരുത്തി അത് അവതരിപ്പിക്കുന്ന ഒരു വാർഷിക ജനസഭകൾ നമ്മൾ ആലോചിക്കും. ഇതിന് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ തുടർന്ന് ഇടപെടുന്ന സമഗ്ര വികസന പഞ്ചായത്തുകൾ ഉണ്ടാവും. ഈ 2 ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ പ്രാദേശിക വികസനത്തെ ജനാധിപത്യമുള്ളതാക്കി മാറ്റാനുള്ള, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളതാക്കി മാറ്റാനുള്ള ഒരു പൗരബോധന പരിപാടിയുടെ തുടക്കമായാണ് അതാണ് ദൂരം. ആ തരത്തിൽ നമ്മളിതിനെ ബിറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. ആ ക്ലാരിറ്റി ഉള്ളില്ല. ഇതാണ് ഒന്നാം ഭാഗം. രണ്ടാം ഭാഗം എത്താം. ഇത് എല്ലാ പഞ്ചായത്തും ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം. ഒരു മേഖലയിൽ ഒരു പഞ്ചായത്താവുന്നുള്ള ആഗ്രഹിക്കും, അവിടെ ഈ പണിയാവും. പക്ഷേ അങ്ങനെ നടന്നാൽ പോരല്ലോ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു വ്യാപകമായ ചർച്ചയാണ്. ആ ചർച്ച കഴിഞ്ഞിട്ടാക്കാം. അതിന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും, ശാസ്ത്രാലയ പരിഷത്ത് ജീവനോടെ ഉള്ള എല്ലാ പഞ്ചായത്തിലും ഈ സമാധാനം, അതിന് ഇതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം നമുക്ക് ആലോചന. അതെങ്ങനെയാണ് ചെയ്യുക? എല്ലാ മേഖലയിലേക്ക് എല്ലാ പഞ്ചായത്തിലും നടക്കേണ്ട ഒരു പ്രക്രിയ. അതെങ്ങനെയാണ് ചെയ്യുക? ഒന്ന്, കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെ പൊതു നിലപാട് വിശദീകരിക്കുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും പരിമിതികളും കോകേണ്ടാഴികളും വിശദീകരിക്കുന്ന ഒരു ലഘുലേഖ ഉണ്ടാവും. അത് ലഘുലേഖ കൂടുതലായി അവസാനത്തിലേക്ക് തരും. കഴിയാവുന്നത്ര അധികാര വികേന്ദ്രീകരണം ഉണ്ടാക്കിയ മാറ്റങ്ങളെ കണക്കുകളായി തന്നെ അടയാളപ്പെടുത്തി തരാൻ ശ്രമിക്കും. അതിനെ DG പറയായിരുന്നു, 14 ലക്ഷം വീടുകൾ ഏകദേശം വികേന്ദ്രീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടു. ചെറിയ നോക്കല്ല, കേരളത്തിൽ 85 ലക്ഷം വീടുകൾ പറയും. അപ്പൊ അങ്ങനെ പരമാവധി കണക്ക് വെച്ച് വർദ്ധാനം പറയാൻ ശ്രമിച്ചു. അതേ സമയത്ത് ഇന്ന് ഉണ്ടായിട്ടുള്ള ബ്യൂറോക്രാറ്റിക് ക്യാപ്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ തുറന്നു പറയുന്ന ഒരു പരിപാടി, ആമുഖ അവതരണം ഉണ്ടാകും. 1 മണിക്കൂറോ 45 മിനിറ്റോ നിൽക്കുന്ന ഒരു ആമുഖ അവതരണം ഉണ്ടാവും. തുടർന്ന് നമ്മുടെ ഏതെങ്കിലും പ്രവർത്തകനോ പ്രവർത്തകയോ ആ പഞ്ചായത്തിനെ കുറിച്ചുള്ള ഒരു പൊതുവിലയിരുത്തൽ അവതരിപ്പിക്കും. നേരത്തെ പറഞ്ഞ ഒരു ആഴത്തിലുള്ള പഠനമൊന്നാവില്ല, പൊതുവിലയിരുത്തൽ അവതരിപ്പിക്കും. ചർച്ച തുടരാൻ വേണ്ടി. അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളെ ക്ഷണിക്കണം. അവിടെ 150 ആൾ താമസം. അവര് അതിനോട് പ്രതികരിക്കും. അത് എഴുതി തയ്യാറാക്കി ഒരു മാനിഫെസ്റ്റോ രൂപത്തിൽ, അതിന് നിർദ്ദേശങ്ങളുടെ രൂപത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നൽകും. അത് ഒരു മിനിയേച്ചർ മോഡലാണ് എല്ലാ പഞ്ചായത്തും. മൂന്നാമതായി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, നിങ്ങൾ ആ പഞ്ചായത്തിൽ ചെയ്തപ്പോൾ അതിൽ അവിടുത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനം പറയാനേ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സഹായിക്കണ നമ്മളെത്തി, നമ്മളവിടെ സഹായി, നമ്മളവിടെ പോയി എങ്ങനെയാണ് ഇപ്പോഴും മാനിഫെസ്റ്റോ ഉണ്ടാക്കാൻ കേൾക്കില്ല, എങ്ങനെയാണ് മാനിഫെസ്റ്റോ ഉണ്ടാക്കുക എന്നത് ഈ പ്രക്രിയ അവിടെ പഠിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടേ എൻ്റെ ഓപ്പത്തേക്കാണ് കഴിഞ്ഞ നല്ല ബാധിച്ച് ഞാൻ കൻപോറ പഞ്ചായത്തിൽ പോയി. നമ്മൾ ഓടിക്ക് പോയിട്ടുണ്ടോ?
അപ്പം അങ്ങനെ നമുക്ക് ഇതിനെ ബില്ല് ചെയ്യാൻ പറ്റും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അന്തിമ പ്രൊഡക്റ്റ് എന്താ? ഒന്ന്, കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു ജനസംവാദം. 2, 140 എണ്ണത്തിലെങ്കിലും ഒരു ദീർഘകാല പരിപ്രേക്ഷ്യമുള്ള വികസന പത്രിക. 3, എല്ലാ 140 സ്ഥലങ്ങളിലും ഒരു 70 പേരുടെ ടീം. ഈ പൊതുവായി അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു 100 തുടർന്ന് ഇടപെടലുള്ള ഒരു സ്പേസ്. ഇതോടൊപ്പം ഈ മേഖലയെ വെച്ചുകൊണ്ട് വായനശാലകൾ, ക്ലബ്ബുകൾ, റെസിഡന്റ് അസോസിയേഷനുകൾ, ഇങ്ങനെ കഴിയാവുന്ന എന്തെങ്കിലും ഇത്തരത്തെ വർത്തമാനങ്ങളോ ചെറു സംവാദമോ, അങ്ങനെ ഒരു 2000-3000 സംവാദം കേരളത്തിൽ അധികാര രീതിയിലുകൊണ്ട് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ശാസ്ത്ര സാഹിത്യ കർഷകന്റെ ലക്ഷ്യം പ്രാദേശിക ജനാധിപത്യ പ്രക്രിയയെ രാഷ്ട്രീയവൽക്കരിക്കുകയും ഇന്ന് ഒരു ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായി മാറുന്ന ആസൂത്രണ പ്രക്രിയയെ ജനകീയവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ 2 പക്ഷം. 3, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം അത് താനക്കായി ഒരു പ്രാദേശിക പ്രവർത്തനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ക്ഷീണത്തെ മാറ്റി സംഘത്തിനകത്തേക്ക് പൂരണത്തിന് വരുന്ന പുതിയ പ്രവർത്തകരെ അത് മണ്ണിലായി പണിയെടുത്ത ശീലമുള്ളവരെ സൃഷ്ടിക്കുക എന്നുള്ള. അപ്പോൾ ഈ വൈകുല്യത്തോടുകൂടി ഈ ഒരു ബോധ്യത്തോടു കൂടി കാര്യങ്ങൾ കാണാൻ കഴിയുക എന്നതാണ്. അവസാനമായി ഇത് ചെയ്യണമെന്നുണ്ടായി. 1, ജില്ലാ സംഘടന ശക്തമാവും. ജില്ലയെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എല്ലാ മേഖലകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഓരോ മേഖലയിലും ഒരു 3 മേഖലയിൽ ഉണ്ടാവും. ജില്ലയുടെ വികസന ശക്തി അവിടുത്തെ കോളേജുകളിലെ അധ്യാപകർ, കൃഷി വിദഗ്ധർ, വിവിധ മേഖലയിലും വിദഗ്ധരായ ആളുകളെ കൂട്ടിച്ചേർത്ത് എൻജിനിയർമാർ, അല്ലേ, നല്ല പഞ്ചായത്ത് സെക്രട്ടറിമാർ, നല്ല പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, നല്ല അധ്യാപകർ, ഇവരൊക്കെ കൂട്ടിച്ചേർത്ത് വികസിപ്പിക്കണം. വേറെ ഒരിടത്തൊരു പറഞ്ഞാൽ ഈ നമ്മൾ ഇടപെടാൻ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും പൈതൃകമുള്ള 3 പേരെങ്കിലും ചേർന്ന ഒരു 50-60 പേരുടെ സുസജ്ജമായ ഒരു പില്ലാവികസന സമിതി ഉണ്ടാകുക. ഇതാ പറഞ്ഞത്. 2 മേഖലകളിൽ അങ്ങനെ ഒരു ടീം ഉണ്ടാകുന്നു. താഴത്തെ ടീമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ 3 കാര്യം നമ്മൾ ഉടനെ ചെയ്യേണ്ടതാ. തുരു കൊടുത്ത മെഷീനറിയിൽ ആദ്യം എണ്ണയൊക്കെ കൊടുത്താലും ശരിയാക്കും. ഞാൻ ആയിക്കോട്ടെ. രണ്ടാമത്, ജൂലൈ അവസാനത്തെ ആഴ്ച ഹഡിയുമേക്ക് 20-ാം തീയതി ആ സമയത്തോടെ അടുപ്പിച്ച് കഴിഞ്ഞാൽ അവസാന ആഴ്ചയിലേക്ക് പോകുന്ന തൊട്ട് മുന്നത്തെ ആഴ്ചയിൽ ഏകദിന ജില്ലാ ശില്പശാല പറയണം. അത് പീഡിയമായിട്ട് നോക്കാൻ ബാങ്ക് അവതരിപ്പിക്കും. അതിനെ തുടർന്ന് താഴെയുള്ള പ്ലാനുകൾ ഉണ്ടാവണം. അങ്ങനെ ഒരു എന്താ പറയുക, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലയിലെ സംയുക്തയാഗമാണ് ഒരു ഊർജത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ ഇതിനെ കാണണം. അപ്പം ഇതിന് ഒരു ത്രിമുഖ ലക്ഷ്യങ്ങളുണ്ട്. ആ അതായത് 2, ഒന്ന് ജനാധിപത്യവൽക്കരണത്തെ, ഒന്ന് ശാസ്ത്രീയ ആസൂത്രണ പ്രക്രിയയെ ജനകീയവൽക്കരിക്കുന്നതിൻ്റെ, 3 ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ജനകീയവും സംഘടനാപരമായി ശക്തവുമാക്കുക. ഈ 3 തലങ്ങളെ ഒരേപോലെ സമന്വയമായി കണ്ടുകൊണ്ടുള്ള ആരെയൊക്കെ കൂടെ കൂട്ടാമോ അവരെല്ലാം കൂടെ കൂട്ടുന്ന ഒരു വലിയ കണ്ണി സൃഷ്ടിക്കുന്ന ഒരു പടിയായി ഇതിനെ കാണുന്നതാണ് പ്രകൃതിയാണ്.